ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കീമ ഉപയോഗിച്ചിട്ടുള്ള, അതായത് ബീഫിന്റെ കീമ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുട്ടാണ്. അപ്പം നമുക്കിന്ന് നമ്മളുടെ കീമ മസാല പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം പുട്ട് കുഴക്കാൻ പോവാം. പുട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊൻകതിറിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനൊരു ഗ്ലാസ് പൊൻകതിറിൻ്റെ പൊടി എടുത്തു. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചിട്ട് ഇതിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇനി അത് ഒഴിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ഞാൻ അതിനെ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുന്നതാണ്. കീമ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് ചൂടായപ്പോഴേക്കും അതിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിതിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിതിലോട്ട് കുറച്ച് പട്ട, കറിയാമ്പ്, ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. അതിട്ടിട്ട് ഒരു മിനിറ്റ് ഞാൻ അതിനൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനെ ഞാനൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാളയും ഏകദേശം ഒന്ന് സോട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തത്. ഇനി ഇതിനെ ഞാനൊരു മിനിറ്റ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ലോണം അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് പോണ വരെ അതിനൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നേരം തക്കാളീനെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നതാണ്. കാരണം തക്കാളി എനിക്ക് നല്ലോണം ഒന്ന് സ്മാഷായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നേരം തക്കാളി ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഞാൻ ഒരു മിനിറ്റിൽ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാനൊന്ന് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, അതിൻ്റെ ആ റോ സ്മെല്ല് പോണ വരെ.
ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഗരം മസാലയും അതുപോലെ തന്നെ പൊടികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾ എന്തോരമാണോ എടുത്തിരിക്കുന്നത് അതനുസരിച്ചുള്ളത് ഇട്ട് കൊടുക്കുക നിങ്ങൾ. ഇനി ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ബീഫിൻ്റെ കീമ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിലോട്ട് ഉപ്പ്, നിങ്ങൾ ഉപ്പെല്ലാം ചെക്ക് ചെയ്യുക. ഇനി അതിലോട്ട് നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഒന്ന് സോട്ടായിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. ബീഫിൻ്റെ കീമ ഇട്ട് കൊടുക്കാം നമുക്ക്. കീമ ഇട്ടിട്ട് അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിനെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ, കാരണം അതിൽ നിന്ന് കുറച്ച് ഒരു ഗ്രേവി പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് അതിനൊന്ന് കുറച്ച് നേരം ഒരു 10 to 15 മിനിറ്റ് വരെ ഞാനിതിനൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എരിവിന് കുറച്ചും കൂടെ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പും നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഞാനിവിടെ കുറച്ചും കൂടെ മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട, ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക അടുക്കി പിടിക്കുന്നുണ്ടോയെന്ന്. കാരണം നിങ്ങൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. കാരണം മീഡിയം ഹീറ്റിലാണെങ്കിൽ കൂടെ നമ്മൾ വേറെ വെള്ളം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനത് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ കുറച്ച് അധികം എമൗണ്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്ര നേരം കുക്ക് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എടുത്തിരിക്കുന്ന കീമേൻ്റെ അളവെല്ലാം നോക്കുക. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. അതിനൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കീമ പുട്ടിനുള്ള കറിയും റെഡി ആയിട്ടുണ്ട്, ബീഫിൻ്റെ കീമ.
അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ സൈഡിൽ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഞാനതൊന്ന് ബോയിൽ ചെയ്യാണ്. ഞാനിന്നിവിടെ പ്രഷർ കുക്കറിലാണ് കീമ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇത് മൂടിയൊന്ന് വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ്. വിസിൽ ഞാൻ ഇടുന്നില്ല. അതിനുശേഷം ഞാൻ ആ ചിരട്ടപ്പുട്ടിൻ്റെ മേക്കർ എടുക്കുകയാണ്. അതെടുത്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ടെല്ലാം നിങ്ങൾ ഇട്ടതിന് ശേഷം അതിലോട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഞാനിവിടെ ബീഫിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കീമ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്, സെക്കൻഡ് ലെയർ. ഇനി തേർഡ് ലെയർ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഞാൻ പതുക്കനെ ആ സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി അതിൻ്റെ മൂടി വെച്ചിട്ട് അതും ഒന്ന് നിൽക്കുന്നു വെച്ചിട്ട് ഞാൻ അതിലോട്ട് കുറച്ചും കൂടെ തേങ്ങ ചിരണ്ടി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിനെ ഒന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിൻ്റെ മുകളിലുള്ള ഹോളിലാണ്, ഇതിൻ്റെ അടിയിൽ ആ മേക്കറിൻ്റെ അടിയിൽ കാണാൻ നിങ്ങൾക്കൊരു ഹോൾ ഉണ്ടാവും, അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. ഇനി അതൊരു 5 മിനിറ്റ് നിങ്ങൾ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പുട്ട് റെഡിയാവും. അപ്പോൾ അതിന് നിങ്ങൾക്ക് അറിയാനും പറ്റും, ഓൾറെഡി നിങ്ങളുടെ ആ പുട്ടിൻ്റെ മേക്കറിൻ്റെ മുകളിലൂടെ നിങ്ങൾക്ക് കുറച്ച് ആവി വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. താങ്ക് യു.